അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹവിന്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ, അത് ഫത്വൽ മുഈനിൽ മഖ്ദൂദങ്ങൾ പറയുന്നുണ്ട്. സഹവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഹുമാ, സഹവിന്റെ രണ്ട് സുജൂദ്, വൽ ജുലൂസ് ബൈനഹുമാ, ആ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, കസുജൂദി സലാത്തി, മറ്റു നിസ്കാരത്തിന്റെ സുജൂദ് പോലെയാണ്. വൽ ജുലൂസി ബൈന സജദൈതൈഹി, മറ്റു നിസ്കാരത്തിന്റെ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം പോലെ തന്നെയാണ്. ഫീ വാജിബാത്തിഹ വ മന്ദൂബാത്തിഹ, അതിന്റെ സുന്നത്തുകളും അതിന്റെ വാജിബാത്തുകളൊക്കെ എങ്ങനെയാണ്, നിസ്കാരത്തിലുള്ള വാജിബാത്തും സുന്നത്തും ഒക്കെ എങ്ങനെ നമ്മൾ സാധാരണ നിസ്കരിക്കുമ്പോൾ ചെയ്യലുള്ളത്, അതേമാർക്ക് തന്നെയാണ് സഹവിന്റെ സുജൂദും. കദ്ദിക്രി ഫീഹാ, അതിലുള്ള ദിക്ർ പോലെ തന്നെയാണ്. ദിക്ർ അടക്കം അങ്ങനെ. അപ്പൊ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റാണ് ചൊല്ലേണ്ടത്. വഖീല, ഒരഭിപ്രായം ഉണ്ട്, യഖൂലു ഫീഹിമാ, രണ്ട് സഹവിന്റെ സുജൂദിൽ പറയണം സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു എന്ന് പറയുന്നൊരു ദിക്ർ പറയല് ഒരഭിപ്രായ പ്രകാരം നല്ലതാന്നുണ്ട്. ഖീല, ഒരഭിപ്രായമാണ്. വഹുവ, ഈ ദിക്ർ ലായിക്കും ബിൽ ഹാൽ, അപ്പൊക്കെ യോജിച്ചാണ്ട് ഉള്ളൊരു ദിക്റാണല്ലോ. അങ്ങനെ തന്നെയാണല്ലോ വരിക. കാരണം ഒരു മറവിയല്ലേ. അപ്പൊ സുബ്ഹാന മൻ, ഒരു അള്ളാഹുവിനെ ഞാൻ വാഴ്ത്തുന്നു. ഏതാണ് അള്ളാഹു? ലായനാമു, അവനോർക്കില്ല, വലായസുഹോ, മറക്കൂല്ല. അപ്പൊ ഓർക്കും മറവിയില്ലാത്തൊരു അള്ളാഹുവിനെ ഞാൻ എന്താണ് വാഴ്ത്തുകയാണ്. കാരണം ഇവന് ഇപ്പം മറന്നുപോയി. അപ്പം മറന്നുപോയപ്പോ ഇവനെന്തായി? അള്ളാഹുവിനൊന്ന് വാഴ്ത്തല്. ഓർക്കും മറവിയില്ലല്ലോ, അപ്പൊ അന്നെ ഞാനൊന്ന് വാഴ്ത്തുകയാണ് എന്നാ സാന്ദർഭികമായിട്ടൊരു ദിക്ർ അവിടെ പറയല് ഉണ്ട്. അത് രണ്ടാം നമ്പറാണ്. ഒന്നാം നമ്പർ എന്താണ്? സാധാരണ ദിക്ർ ചൊല്ലുമ്പോ ആ ദിക്ർ തന്നെ ചൊല്ലിയാൽ മതി. മനസ്സിലായി? ഈ ദിക്ർ ചൊല്ലലും പറ്റും എന്ന് പറഞ്ഞ ഉലമാ ഉണ്ട്. രണ്ടാം നമ്പറായിട്ടാണ് കൊടുത്ത്. സയ്യിദുൽ ബക്കരി അവിടെ തന്നെ പറയുന്നുണ്ട്. ഇയാനു ത്വാലിബിൽ 1-ാം വാള്യത്തിന്റെ 318-ാമത്തെ പേജിൽ, വക്കീല യഖൂലൂൻ ഖൗലുഹു വക്കീല യഖൂലു ഐ ബദല ദിക്രിൽ വാരിദി, നിസ്കാരത്തിൽ വാരിദായി, നിസ്കാരത്തിൽ സാധാരണയായി വന്ന ദിക്റിന് പകരമായിക്കൊണ്ട് ഈ ദിക്ർ ചെല്ലുക, അങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ തന്നെ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറയുന്നത് എന്താണോ? ലാക്കിൻ ഇൻ സഹാന, മറന്നാലാണ് ഈ ദിക്ർ പറ്റുള്ളൂ. ലാ ഇൻ തഅമ്മദ, മനഃപൂർവമായ ദിക്റിനൊക്കെ പ്രസക്തി തന്നെയല്ല. അത് കറക്റ്റാ. സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു എന്ന് പറഞ്ഞ അർത്ഥം തന്നെ എന്താ? മറക്കാത്തയും അതുപോലെ തന്നെ ഉറങ്ങാത്തയും അല്ലാഹുവിനെ വാഴ്ത്തുന്നു. ഇപ്പം മനഃപൂർവ്വമാണ് അത് പറയുന്ന അബയാല് ഒഴിവാക്കിയത്. ആദ്യത്തെ തയ്യാത്ത അബയാല് സുന്നത്തല്ലേ? അല്ലെങ്കിൽ കുനൂത്ത്, സുബഹി കുനൂത്ത്, അതൊക്കെ അബയാല് സുന്നത്തല്ലേ? അതും ഒഴിവാക്കിയത് അവനെ മനഃപൂർവ്വം ഒഴിവാക്കിയ. എന്നിട്ടോ അതിന് പകരം സഹബിന്റെ സുജൂദിൽ പിന്നെ സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു എന്ന് പറയണ ദിക്റിൽ എന്ത് പ്രസക്തിയാണുള്ളത്? ഇവൻ മറന്നാണ്ടല്ലോ, ഇവൻ മനഃപൂർവ്വം ഒഴിവാക്കിയല്ലേ. മറന്നാണ്ട് ഒഴിവാക്കിയ ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹു എന്ന് പറയൽ സുന്നത്ത് ഉണ്ട് എന്നൊരു അഭിപ്രായം ഉണ്ട്. ശരിക്ക് വേണ്ടത് നമ്മളെ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറയുന്ന ദിക്ർ തന്നെ ചൊല്ലലാണ് നല്ലത്. സുബ്ഹാന റബ്ബിൽ അഅ്ലാ വബിഹംദിഹി കേട്ടോ. അള്ളീം ഇതിലല്ലേ, റുകൂലല്ലേ. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന ദിക്ർ തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ നിഹായത്തുസ്സൈൻ എന്ന് പറയുന്ന ഫത്വൽ മീനിൽ വേറൊരു ആശയമുണ്ട്. ഇപ്പൊ നമ്മൾ സയ്യിദുൽ ബക്കരിയുടെ ഇയാനു ത്വാലിബില്ല മറിച്ച് പറഞ്ഞത്. നിഹായത്തുസ്സൈൻ എന്ന് പറയുന്ന സയ്യിദുൽ നമ്മളെ മഖ്ദൂദങ്ങൾക്ക് ഫത്വൽ മീനിക്ക് വേറൊരു ആശയമുണ്ട്. അതിന്റെ 81-ാമത്തെ പേജിൽ കുറച്ചും കൂടെ വിശാലമായിട്ട് വേറൊരു രൂപത്തിൽ പറയുന്നുണ്ട്. എന്താ അത്? ഇവിടെ അപ്പൊ സഹവിന്റെ സുജൂദുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ സുജൂദി സ്വലാത്തി ഫി വാജിബാത്തിഹി വ മന്ദൂബാത്തിഹി, മറ്റുള്ള നിസ്കാരത്തിലുള്ള മന്ദൂബാത്ത് സുന്നത്തുകളും വാജിബാത്തും പോലെ തന്നെയാണ് സഹവിന്റെ സുജൂദും അങ്ങനെ തന്നെയാണ്. ഏതുപോലെ? അതിന് ഒരു ഉദാഹരണം മഹാനവർ പറയണം. കവദഇൽ ജബ്ഹത്തി, നെറ്റിത്തടം വെക്കും പോലെ. അപ്പൊ നെറ്റിത്തടം എങ്ങനെ സാധാരണ നിസ്കാരത്തിൽ എങ്ങനെ നെറ്റിത്തടം വെക്കുക, അങ്ങനെ തന്നെ
അതേമാതിരി തന്നെ സഹുവിന്റെ സുജൂദിലും വെക്കണം. വത്തുമനീനത്തി വത്തഹാമില് വത്തൻകീസി വത്തക്ബീരി വല്ലിഫ്തിറാശി ഫിൽ ജുലൂസി ബൈനഹുമ വത്തവറുക്ക് ബഅദഹുമ, അതിന്റെ ഇരുത്തം അതുപോലെ തക്ബീർ ഒക്കെ എല്ലാം അടങ്ങി താമസിക്കൽ എല്ലാം മറ്റുള്ള നിസ്കാരം പോലെ തന്നെയാണ്. ലാക്കിൻ എങ്കിലും ഇദാകാന മുക്തല സുജൂദ്, ഈ സുജൂദിന്റെ തേട്ടം എന്താണ്? ഈ സുജൂദിന്റെ തേട്ടം ആയാൽ വഖാ സഹുവൻ, അവനിൽ നിന്നും ഒരു മറവി ഉണ്ടായതിന്റെ പേരിൽ ആയാൽ ഫല്ലലീഖു ബിൽ ഹാൽ, അപ്പൊ പിന്നെ ഏറ്റവും യോജിച്ചത് അയ്യക്കൂല അവൻ പറയാനാണ് ഫി സുജൂദിഹി, അവന്റെ നിസ്കാരത്തിൽ സുബ്ഹാനല്ലദീ ലാ യനാമു വലാ യസ്ഹു എന്ന് പറയലാണെന്നൊരു അഭിപ്രായം. സുബ്ഹാനമൻ അല്ല, സുബ്ഹാനല്ലദീ ലാ യനാമു വലാ യസ്ഹു ഒരു ദിക്ർ. അങ്ങനെ ഔ യഖൂലു, അല്ലെങ്കിൽ അവൻ പറയലാണ് സുബ്ഹാനമൻ ലാ യനാമു വലാ യഗ്ഫിർ എന്നാ പറയേണ്ടത്. ഫത്തുൽ മിൽ പറഞ്ഞ ആ ദിക്ർ മഹാനവർ പറഞ്ഞിട്ടില്ല. ഒക്കെ നോക്കണേ, ഒരുപാട് സംഗതികൾ പഠിക്കാണ്ട്. നമ്മളിങ്ങനെ തൊള്ളിയും പൊളിച്ച് നടക്കും. നമ്മളെടുത്തപ്പോ ആകെയുള്ളൊരു ദിക്ർ എന്താ? സുബ്ഹാനമൻ ലാ യനാമു വലാ യസ്ഹു. എന്നാ ഈ രണ്ട് ദിക്റും അല്ല നിഹായത്ത് സൈൽ അന്നബി ജാവ എന്ന് പറയുന്ന പണ്ഡിതർ പറയുന്നത്. എന്താ പറയുന്നത്? സുബ്ഹാനല്ലദീ ലാ യനാമു വലാ യസ്ഹു. അവിടെ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്നാണ് ഫത്തുൽ മിൽ പറയുന്നത്. മഹാനവരോട് സുബ്ഹാനല്ലദീ നാക്കി, സുബ്ഹാനമൻ കേട്ടോ, ഒരുത്തൻ എന്നതിലോടുത്ത് അല്ലതിയാക്കിയിട്ട്, അതൊക്കെ ഇഷാറത്തിന്റെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറയണ്ട സുബ്ഹാനല്ലദീ ലാ യനാമു വലാ യസ്ഹു എന്ന ദിക്ർ അല്ല, സുബ്ഹാനമൻ ലാ യനാമു വലാ യഗ്ഫിർ എന്ന ദിക്റും. ഇതവിടെ യോജിച്ചാണ്ട് പറയല് നല്ലതാണ്. കാരണം ആ യോജിപ്പ് അങ്ങനെ ഉണ്ട് എന്ന അടിസ്ഥാനത്തിൽ. അവിടെ തന്നെ തുഹഫയുടെ അഭിപ്രായം നിഹായത്ത് സൈലിന് പറയുന്നുണ്ട്, വൈദാ വഖഅ അംദൻ ഫല്ലലീഖുൽ ഇസ്തിഗ്ഫാർ. ഇനി മനഃപൂർവ്വമാണ് ഒഴിവാക്കിയെങ്കിൽ പിന്നോട് ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ എന്നൊക്കെ പറഞ്ഞ എന്ന് പറഞ്ഞ ഇസ്തിഗ്ഫാർ തേടുക നല്ലത് എന്നാ മഹാനവരുടെ അഭിപ്രായം. ഫല്ലലീഖുൽ ഇസ്തിഗ്ഫാറ പിന്നെ നല്ലത്. മറന്നാലാണ് ഈ ദിക്ർ എന്ന് പറഞ്ഞത്. ഏത്? സുബ്ഹാനമൻ ലാ യനാമു വലാ യസ്ഹുനും, അല്ലെ സുബ്ഹാനല്ലദീ ലാ യനാമു വലാ യസ്ഹുനോ, അല്ലെ സുബ്ഹാനമൻ ലാ യനാമു വലാ യഗ്ഫിർനോ. അതൊക്കെ മറവിയുള്ളവർക്ക്, മറന്നവർക്ക് പറ്റി പറഞ്ഞണം. മറക്കാത്ത ആളുകൾക്ക് ഫല്ലലീഖു ഏറ്റവും ഇസ്തിഗ്ഫാറ നല്ലത്. അതൊക്കെ സുജൂദിൽ പറയണ്ട കേട്ടോ. ഇനി സുജൂദിന്റെ ഇടയിലുള്ള ദിക്ർ ഇപ്പൊ എന്താണ്? വഖാലൽ അസ്റാഇയു, ഇമാം അസ്റാഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദിക്ർ ജുലൂസി ബൈനഹുമാ, രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ദിക്ർ കദിക്ർ ജുലൂസി കദിക്രിൽ ജുലൂസി ബൈന സയ്യത്തെ സലാത്തി, നിസ്കാരത്തിലുള്ള രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ദിക്ർ ഉണ്ടല്ലോ. നമ്മൾ സാധാരണഗതിയിൽ രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഒരു ഇരുത്തം ഇരിക്കുമല്ലോ, ആ ഇരുത്തത്തിൽ നമ്മൾ ചെല്ലുന്ന ഒരു ദിക്ർ ഉണ്ടല്ലോ. ആ ദിക്ർ എന്താ? റബ്ബി ഇഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി, ആ ദിക്റാണ് നമ്മൾ ചെല്ലുന്നത്. അത് തന്നെയാണ് രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിന്റെ ഇടയിൽ ചെല്ലേണ്ടത്. അതിലൂടെ തർക്കാർക്കില്ല. സുജൂദിലാണ് ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത്. അപ്പൊ ആകത്തുക ഇപ്പൊ എന്തായി? ശരിക്ക് സുജൂദിൽ പറയേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണ്. അതാണ് നല്ലത്, അത് മതി. ഇനി ഒരാൾ സാന്ദർഭികമായിട്ട് മറവിയുടെ മേലില് അങ്ങനെ സംഭവിച്ചതിന്റെ പേരില് അയാള് സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹുനോ, അല്ലെങ്കിൽ സുബ്ഹാനല്ലദീ ലാ യനാമു വലാ യസ്ഹു എന്നൊക്കെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ദിക്റുകളൊക്കെ ഉണ്ടല്ലോ, അത് ചെല്ലിയാല് വിരോധമൊന്നുമില്ല എന്ന അഭിപ്രായവും ഉണ്ട്. അതൊരു അഭിപ്രായം ആണ്. പ്രബലമായ അഭിപ്രായമാക്കി മുക്താറാക്കി വെച്ചത് നമ്മുടെ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്നാണ്. ചോദിക്കാത്തൊരു വിഷയം കൂടെ കൂട്ടുന്നു. സഹ്വിന്റെ സുജൂദ് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക. വതജിബു നിയ്യത്തു സുജൂദി സഹ്വി. ഇത് ഞാൻ സഹ്വിന്റെ സുജൂദ് ചെയ്യാണ് എന്നുള്ളൊരു കരുതൽ അവനക്ക് നിർബന്ധം ആണ്. അതില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. അപ്പൊ അത് ശ്രദ്ധിക്കണം. മനസ്സിലായോ? അതും കൂടി കൂട്ടണം. ആ സഹ്വിന്റെ സുജൂദാണ് ചെയ്യുമ്പോഴേ ഞാൻ സഹ്വിന്റെ സുജൂദാണ് ചെയ്യുന്നത് മനസ്സിൽ കരുതിയാൽ മതി. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.